അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നൊരു സംഗതി, വായിക്കാൻ പറയണമെങ്കിൽ വായിക്കാൻ പറ്റിയ എന്തോ വായിക്കാൻ പറയുന്ന ആളുടെ കയ്യിൽ വേണം. വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കണം എന്ന് പറയുന്ന ആൾക്ക് എന്തോ തകരാറുണ്ടാവുന്ന. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അവിടെ ഇഖ്റ എന്ന് പറയുമ്പോൾ വായിക്കാൻ നിർദ്ദേശിക്കുന്ന ആളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നിരിക്കാനുള്ള തീർച്ചയായും സാധ്യത ഉണ്ട്. നബി സല്ലല്ലാഹു വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കാൻ പറയുമ്പോൾ അയാൾക്ക് എന്തോ തകരാറുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളോട് വായിക്കാൻ പറയുമ്പോൾ അയാളോട് വായിക്കാൻ പഠിക്കാൻ നിർദ്ദേശിക്കുന്നു, അത് പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുക. കുശുമ്പും അതുപോലെ തന്നെ വക്രതയും നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ മറ്റൊരു രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. വിശേഷിച്ചും വിദ്യാഭ്യാസമുള്ള ഒരാളോട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ സ്കൂളിൽ പോയി പഠിക്കണം എന്നാ? ഒരു മുതിർന്ന ആളോട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികളെ പോലെ സ്ലേറ്റും ഇതുമൊക്കെ ആയിട്ട് നിക്കറുമിട്ട് സ്കൂളിൽ പോയിട്ട് പഠിക്കണം എന്നായിരിക്കൂലല്ലോ. അപ്പോൾ അയാൾക്ക് പഠിക്കാനും വായിക്കാനും സാധ്യത ഉള്ള ഒരു മാർഗം ഉണ്ടാവും. ആ മാർഗം കണ്ടെത്തുകയും അത് പഠിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്നത് വായിക്കണം, ഇന്ന രീതിയിൽ വായിക്കണം എന്നല്ല പറയണത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതിയിൽ തളച്ചിടാതെ കേവലം വായിക്കണം എന്ന് മാത്രം ഖുർആൻ പറഞ്ഞു? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ബോധ്യമാവുന്നൊരു സംഗതി, വായന എന്നത് വളരെ വിശാലമായ ഒരു മേഖലയാണ്. അപ്പോൾ വായനയുടെ ഏത് രീതിയാണോ താങ്കൾക്ക് അവലംബിക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ വായിക്കാം. വായനയിലൂടെ യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണ്? വായിക്കാൻ വേണ്ടി വായിക്കുക എന്നുള്ളതാണോ അതോ പഠിക്കാൻ വേണ്ടി വായിക്കുക എന്നുള്ളതാണോ? പഠിക്കാൻ വേണ്ടി വായിക്കുക എന്നതാണെങ്കിൽ എഴുത്തും വായനയും ശീലിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും വായിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. മാത്രവുമല്ല, ഇത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയോട് മാത്രമുള്ളൊരു നിർദ്ദേശമല്ല. മുഹമ്മദ് നബിയിലൂടെ മനുഷ്യകുലത്തോട് മൊത്തത്തിലുള്ള നിർദ്ദേശം ഏതൊരു മനുഷ്യനോടും. അപ്പോൾ ഏതൊരു മനുഷ്യനോടും ഖുർആൻ പറഞ്ഞ് വായിക്കാൻ പഠിക്കണം എന്നാണ്. അപ്പോൾ വിശാലാർത്ഥത്തിൽ പഠിക്കുകയും വായിക്കുകയും അങ്ങനെ വിവരമുണ്ടാക്കുകയും ചെയ്യുക. പക്ഷെ ആ വിവരം ഉണ്ടാക്കേണ്ടത് ഏത് അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് എന്ന് കൂടി ഇവിടെ ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മി റബ്ബിക്, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നിൻ്റെ നാഥനെ മനസ്സിലാക്കാനും അവനിലേക്ക് അടുക്കാനും അവൻ്റെ പ്രീതി നേടാനും പാകത്തിലുള്ള വിദ്യാഭ്യാസം നീ നേടേണ്ടതുണ്ട്. അതിനെ പറ്റിയ വിധത്തിലായിരിക്കണം പഠിക്കുന്നത്. ജബ്ബാറിനെ പോലെ അതിൽ നിന്ന് അകലണ രീതിയിലാവാൻ പാടില്ല പഠിക്കുന്നത് എന്ന ഒരു തത്വം കൂടി ഈ ഖുർആൻ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല, ഇത് രണ്ടാമത് ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വായിക്കുക. അപ്പോൾ ഒരു സംഗതി ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സംഗതിയുടെ പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ വായന എന്നത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് പഠന കാര്യത്തിൽ. അതുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കണം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതിൻ്റെ പ്രാധാന്യം ദ്യോതിപ്പിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. എന്നല്ലാതെ ജബ്ബാർ പറയുന്നത് പോലെ വായിക്കാൻ പറ്റാത്ത ഒരാളോട് വായിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ ഇത് പറഞ്ഞ ആൾക്ക് എന്തോ തകരാറുണ്ടെന്നല്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഹദീസിൽ ഉദ്ധരിച്ചു വന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതി ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. ജബ്ബാറിനെ സംബന്ധിച്ച് ഹദീസ് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ സ്വീകാര്യമില്ലെങ്കിൽ പിന്നെ ഹദീസ് ഏതായാലും സ്വീകാര്യമാവുമല്ലോ.
പക്ഷെ അവിടെ ഒരു വിദ്യാർത്ഥിയെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഒരധ്യാപകൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഒരു സംഗതി കൂടി അവിടെ ജിബ്രീൽ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ പിടിച്ച് കൂട്ടി അണച്ചു, എന്നിട്ട് വിട്ടിട്ട് വേണ്ടി വായിക്കാൻ പറയാണ്. അപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ, ഗുരുവും ശിഷ്യനും, അവർ ചേർത്ത് പിടിച്ച് ഈ ശിഷ്യൻ്റെ മനസ്സിൽ അധ്യാപകനെ സംബന്ധിച്ച് എന്നും ആ അധ്യാപകനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം നുകരുകയും ചെയ്യാവുന്ന അവസ്ഥയിൽ അദ്ദേഹത്തോട് കൂടുതലൊരു ബന്ധമുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നീടുള്ള നാളുകളിൽ ജിബ്രീൽ വരാൻ കാത്തിരിക്കുകയും ജിബ്രീൽ വൈകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വിഷമിപ്പിക്കുകയും മാനസികമായി തളർത്തുകയും ഒക്കെ ചെയ്തു എന്ന് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വിജ്ഞാനം നേടണം. ആ നേടുന്ന വിജ്ഞാനം നിൻ്റെ റബ്ബിനെ, നിൻ്റെ നാഥനെ കണ്ടെത്താനാവണം, അവൻ്റെ പ്രീതി നേടിയെടുക്കാനാവണം. അവനിൽ നിന്ന് അകലുന്ന വിധത്തിലാവരുത് വിജ്ഞാനം നേടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാഥമികമായി, അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനെയും പ്രാഥമികമായി പഠിപ്പിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇതിലൂടെ ചെയ്യുന്നത്. ഇത് വച്ചിട്ടാണ് ജബ്ബാർ പറയുന്നത് 1500 കൊല്ലം ഈ മുസാഫ് ഖുർആൻ കക്ഷത്ത് ഇടിച്ചിട്ട് മുസ്ലിം സമൂഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു. അതിനുള്ള മറുപടികളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ആവർത്തിക്കേണ്ടതില്ല. ജബ്ബാറിൻ്റെ ഇതുപോലുള്ള കോപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ബോംബുകളും യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യരുടെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്.